ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയ പുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പൂവിട്ടിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ആ ഒരു വ്രതം വീട്ടുകയാണ് ആദർശ്. അത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരമായപ്പോൾ ദേവയാനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബാൽക്കണിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ ആകെ അസ്വസ്ഥയാണെന്ന് നമ്മുടെ ജലജ മനസ്സിലാക്കുന്നുണ്ട്. ജലജ കാണുന്നുണ്ട്. എന്നിട്ട് ജലജ മനസ്സിലാലോചിക്കുന്നുണ്ട്, എത്ര വട്ടത്തിൽ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ജാനകിയും ദേവയാനിയും കൂടിയിട്ട് എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം എനിക്കറിയാം നിങ്ങളുടെ മനസ്സ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചും കൂടി മണ്ണെണ്ണയും പെട്രോളും കൂടി ഒഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ജലജ നേരെ ദേവയാനിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ജലജ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, എന്തായി ഏടത്തി ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഭക്ഷണം കഴിച്ചാലല്ലോ, കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു, കഴിച്ചപ്പോൾ തന്നെ കിടക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുകയാണ്. എനിക്കറിയാം ഏടത്തിയുടെ മനസ്സ് വളരെയധികം വേദനപ്പെട്ടിരിക്കുക എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് തിരിച്ച്, നീ വെറുതെ ആവശ്യമില്ലാതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വരല്ലേ ജലജയെന്ന് പറയുകയാണ്. ഇല്ല ഏടത്തി, എനിക്കറിയാം ഏടത്തീൻ്റെ മനസ്സ് എന്തോരം വേദനിച്ചുകൊണ്ടാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ടാണ് ഏടത്തിക്ക് ഉറക്കം വരാത്തതെന്നൊക്കെ കാരണം എനിക്കറിയാമെന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ ഇങ്ങനെ ആളി കത്തിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് നിൽക്കുന്നു വേണ്ട. എനിക്കിപ്പോൾ യാതൊരു വിധത്തിലുള്ളൊരു പ്രശ്നവുമില്ല. ഞാൻ കിടക്കാനായിട്ട് പോവുകയാണെന്നും പറഞ്ഞിട്ട് ദേവയാനി നേരെ റൂമിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പം ജലജ പറയുന്നുണ്ട്, ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് ഒറ്റ പിടിയുമില്ലല്ലോ എന്ന് പറയുകയാണ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പം, ഏടത്തി എൻ്റെ മോനെ ഞാൻ സ്നേഹിക്കുന്നേക്കാൾ കൂടുതലായിട്ട് ആദർശിനെ സ്നേഹിക്കുന്നുണ്ടെന്നും അവന് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ടെന്നും എല്ലാവർക്കും അറിയാം. ഏടത്തി പറഞ്ഞ വാക്കിനപ്പുറത്തേക്ക് അവനൊന്നും ചെയ്യാറില്ല എന്നും അറിയാം. പക്ഷേ ആ നയനമെന്നും പറയുന്നോളില്ലേ, അവൾ അത്ര നല്ലതൊന്നല്ല. അവളെ സ്വഭാവം ശരിയല്ല. കണ്ടില്ലേ, അവളെ ഈ വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച് പുറത്ത് കൊണ്ടുപോയി ആക്കിയ ആദർശമാണ് ഇന്ന് അവളെ തലയിൽ പൂവിട്ട് അവളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. എത്ര പെട്ടെന്നാണ് അവൾ ആൾക്കാരൊക്കെ മാറ്റിയെടുക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏടത്തിയുടെ മോനില്ലാണ്ടാവും. ഞാൻ പറഞ്ഞില്ല എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട് ദേവയാനി, നീ വെറുതെ ആവശ്യമില്ലാണ്ട് വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് എൻ്റെ സമാധാനം കളയില്ലെന്ന് പറയാണ്. ഞാൻ വേണ്ടാത്ത കാര്യങ്ങളല്ല, നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഏടത്തി എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം മാവള് മാറ്റിമറിച്ചെന്ന് പറയുകയാണ്. എന്തായാലും ഞാൻ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മളെ ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ സമയം ദേവയാനിക്ക് മനസ്സിൽ മുഴുവനും ഈ ജലജ പറഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെ ദേവയാനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ജലജ മാറി നിന്ന് കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ ഇന്നത്തെ ദിവസത്തെ ഉറക്കം കളയാനായിട്ട് എനിക്ക് പറ്റി. ഇപ്പം നിങ്ങളെ മനസ്സിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കിപ്പോൾ ഇന്നത്തെ ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഈ ഒരു കാഴ്ച മതിയെന്നും പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം ദേവയാനിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമത്തിലാണ്. ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ മോനെ എൻ്റെ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു പേടിയിലാണ് ദേവയാനി. പിന്നീട് കാണിക്കുന്നത് നയനയാണ്. നയന ഭഗവാന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്നലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഒരു നിമിഷം കൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താവേണ്ടതായിരുന്നു. പക്ഷേ പിന്നീടുണ്ടായതെല്ലാം നിൻ്റെ മറിമായകളാണ്. ഞാൻ ഈ വീട്ടിൽ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ പൂജ കഴിഞ്ഞിട്ട് എൻ്റെ തലയിൽ ആദർശേട്ടൻ പൂവിടാതിരുന്നപ്പോൾ എല്ലാവരുടെ മുമ്പിലും ഞാൻ നാണം കെട്ട് പോയായിരുന്നു. എന്തിനാണ് ഞാനിവിടെ ജീവിക്കുന്നത് ഭാര്യയായിട്ട് ആദർശേട്ടൻ്റെ എന്നൊക്കെ ആലോചിച്ചു പോയായിരുന്നു. അതിനുശേഷമാണ് പെട്ടെന്ന് തന്നെ ആദർശേട്ടൻ്റെ മനസ്സ് മാറിയിട്ട് ആദർശേട്ടൻ വന്ന് എന്നെ അനുഗ്രഹിച്ചത്. എന്നോട് കുറച്ച് നാളത്തേക്ക് സമയം ചോദിച്ചിട്ടുണ്ട്. അതെന്തിനാന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ആൾക്കൊന്ന് മാറാനുള്ള സമയമാണ്. ഇതിലൂടെ ഞാനും ആദർശേട്ടനും നല്ലൊരു ഭാര്യയും ഭർത്താവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റണേ. ഇത്ര നാളിന് ശേഷം ആദ്യമായിട്ടാണ് എന്നോട് ഒരാവശ്യം പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി തന്നെയല്ലേ. അതുകൊണ്ട് ഞാനത് സമ്മതിച്ചു കൊടുത്തായിരുന്നു. ആദർശേട്ടന് മാറാനുള്ള സമയമായിരിക്കുന്നു. മാറിക്കഴിഞ്ഞ് ജീവിത അവസാനം വരെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിട്ട് കുറേ കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. എനിക്ക് സ്വത്തും പണവും നല്ല വലുത്. ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർ തിരിച്ചും എന്നെ സ്നേഹിക്കണമെന്നുള്ളൊരു കുഞ്ഞാഗ്രഹം മാത്രമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് നയന നമ്മുടെ വിഘ്നേശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നയന ഭഗവാന്റെ അടുത്ത് ഇതെല്ലാം പ്രാർത്ഥിക്കുന്നത് ആദർശം മാറി നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നയന പോയി കഴിഞ്ഞപ്പോൾ ആദർശം അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഭഗവാനോട് തിരിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിഘ്നേശ്വര, അവൾ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടായിരുന്നു. അവളുടെ ആഗ്രഹം നടക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ജീവന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും നമ്മളും ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയുന്നില്ലേ, അതുപോലൊരു കള്ളമാണിത്. അല്ലാതെ അവളുമായിട്ട് എനിക്കിനി ജീവിതത്തിൽ പൊരുത്തപ്പെട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അവളുടെ ആഗ്രഹം
നടത്തി കൊടുക്കല്ലേ വിഘ്നേശ്വര. എൻ്റെ മനസ്സിൽ അവൾക്ക് ഒരു കാലത്തും സ്ഥാനമുണ്ടാവില്ല. കാരണം എൻ്റെ അമ്മ ആഗ്രഹിക്കാത്തൊരു മരുമകളെ എനിക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ മുത്തച്ഛൻ്റെ വയസ്സായ മരിക്കാറായുള്ള ഒരാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു കള്ളം പറഞ്ഞതാണ്. അത് നീ പുറത്തിട്ട് ഇവളുടെ ആഗ്രഹം നടത്തി കൊടുക്കല്ലേ വിഘ്നേശ്വര എന്ന് ആദർശ് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നേരെ ആദർശ് പുറത്തേക്ക് വരികയാണ്. ആ സമയം നയന ഇരുന്നിട്ട് കോലിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ആദർശ് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ തന്നെ നയന വിളിച്ചു പോവുകയാണ്. അയ്യോ, ആ കോലം ചവിട്ടല്ലേ, ഞാനിവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ, മുഖത്ത് കണ്ണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ വിളിക്കുകയാണ്. അപ്പോഴാണ് ആദർശ് നയന കോലം വരച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അപ്പം തന്നെ പറയുന്നുണ്ട്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ കോലം വരയ്ക്കുന്നതെന്നറിയോ, അത് ചവിട്ടി നശിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പം പറ്റും, ഇതുപോലെ ഒരു കോലം നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പറ്റുമോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ ഈ കഷ്ടപ്പാട് ഇല്ലാതാക്കാനായിട്ട് വരുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഓ നീ കോലാണോ വരച്ചത്, കണ്ടാൽ തോന്നില്ലല്ലോ, ഇതിന് നന്നായി ചെറിയ പിള്ളേർ വരയ്ക്കല്ലോ, നീ വരച്ചത് കാണാൻ ഒട്ടും ഭംഗിയില്ല, എന്നെക്കൊണ്ട് പറ്റുമ്പോൾ ഞാനിത് നശിപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, നിങ്ങൾക്കറിയില്ല ഇതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട്, എത്ര നേരം കുനിഞ്ഞിരുന്നിട്ട് വേണമെന്നറിയോ ഇതേപോലെ ഒരു മനോഹരമായ ചിത്രം വരച്ചെടുക്കാനായിട്ട്. ഇത് കണ്ടുവരുന്ന ബാക്കി എല്ലാവർക്കും സന്തോഷമാണ്, പക്ഷെ നിങ്ങൾക്ക് മാത്രം ഇത് സന്തോഷമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശൻ വരുന്നത് ആദർശ് ശ്രദ്ധിക്കുന്നത്. അപ്പം തന്നെ ആദർശ് ഇത്ര നേരം പറഞ്ഞ പോലെ അല്ലാതെ നേരെ തിരിച്ചു പറയുകയാണ്, എന്ത് മനോഹരമായിട്ടാണ് നീ കോലം വരച്ചിരിക്കുന്നത്, നീക്ക് ഡിസൈൻ ചെയ്യാൻ അറിയുന്നത് പോലെ തന്നെ നീ അത്ര മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു കോലം വേറെ ആർക്കും വരയ്ക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്ര മനോഹരമായിട്ടുണ്ടെന്ന് പറയുകയാണ്. ഈ പറയുന്നത് ദേവയാനി കേൾക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മളെ നയന പറയുന്നുണ്ട്, ഇത്ര നേരം നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇത്ര നേരം എൻ്റെ കോലം കൊള്ളില്ല, ഇതിന് നന്നായി കുഞ്ഞു പിള്ളേർ വരെ വരയ്ക്കുന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശം മനസ്സിലാലേക്കുന്നുണ്ട്, അയ്യോ അതേ മുത്തശ്ശൻ വരുന്ന സമയത്ത് തന്നെ ഇവള് മനഃപൂർവ്വം തല്ലുണ്ടാക്കാനായിട്ട് നിൽക്കാമെന്ന് തോന്നുന്നത്, അല്ലാതെ ഇപ്പോൾ ഇവൾക്ക് ഇത് പറയേണ്ട കാര്യം ഉണ്ടായില്ലല്ലോ എന്നും കൂടി വിചാരിക്കുകയാണ്. അപ്പോൾ ദേവയാനിക്ക് ആദർശ് ഇങ്ങനെ പുകഴ്ത്തുന്നത് കേട്ടിട്ട് കലി കയറുകയാണ്. ആ സമയം ഈ സംസാരമൊക്കെ കേട്ടിട്ട് അവിടേക്ക് നവ്യയും ജലജയും കൂടി വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ആദർശ് പറയുകയാണ്, നിൻ്റെ കോലം വരയ്ക്കുന്നത് കണ്ടിട്ട് നിന്നെ നോക്കിക്കൊണ്ടിരിക്കാനും നിൻ്റെ കോലത്തിൽ നിന്ന് കണ്ണെടുക്കാനും പറ്റുന്നില്ല, ഇതുപോലെ വേറെ ആരെങ്കിലും വരയ്ക്കുമോ? ഈ കോലം തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് നോക്കി നിൽക്കാം. ഈ പ്രദേശത്ത് പോട്ടെ, ഈ വീട്ടിൽ വരെ ആരെങ്കിലും ഉണ്ടോ ഇതേപോലെ കോലം വരയ്ക്കുന്നത്? നീ ഒന്ന് പൊടിയെടുത്തിട്ട് ഒന്നും ഒരു വര വരച്ചാൽ പോലും അത് കാണാനായിട്ട് എത്ര ഭംഗിയാണെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് ആ മുത്തശ്ശനോടേക്ക് വരുന്നത്. അപ്പോൾ മുത്തശ്ശന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അപ്പം നമ്മുടെ ജലജിയാണെന്നുണ്ടെങ്കിൽ നേരെ ദേവേനയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എല്ലായിടത്തി എന്ത് ഈ ആദർശ് പറയുന്നത്, ഇത്രയും നാൾ ശത്രുക്കളെ പോലെ ആയിരുന്നല്ലോ, ഇപ്പോൾ കേട്ടില്ല എല്ലാവരും മുമ്പ് വെച്ചിട്ട് അവളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാണ്. ആ സമയം തന്നെ ആദർശ് പിന്നെയും പറഞ്ഞു തുടങ്ങിയാണ്, ഈ വീട്ടിൽ ഒരാൾ പോലും ഇതേപോലെ മനോഹരമായിട്ടൊരു കോലം വരയ്ക്കില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ മനോഹരമായിട്ടൊരു കോലം കാണുന്നത്, എൻ്റെ അമ്മ പോലും ഇത്ര നല്ല കോലമൊന്നും വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, കോലം വരയ്ക്കുന്നതേ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. അതും കൂടി കേട്ടപ്പോൾ ദേവയാനി പൂർത്തിയായി അവൾക്ക് വളരെയധികം കലി കയറിയിട്ടാണ് നിൽക്കുന്നത്. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ജലജ ഒന്നും കൂടി എരികേറ്റി കൊടുത്തിട്ടുണ്ട്, മോൻ കൈവിട്ട് പോകുന്നുള്ളൊരു കാര്യം. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മുത്തശ്ശനെ ഒന്ന് സന്തോഷിപ്പിച്ച സന്തോഷത്തിൽ ആദർശ് അങ്ങനെ തന്നെ തിരിയുമ്പോൾ കാണുന്നത് ദേവയാനിയാണ്. ദേവയാനിക്ക് കോലം വരയ്ക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ആദർശ് തിരിയുന്നത്. അപ്പം അമ്മയുടെ മുഖം കണ്ടോടുകൂടി ആദർശം, അയ്യോ ഞാൻ പെട്ടുപോയല്ലോ, രാവിലെ തന്നെ മുത്തശ്ശനെ ഒന്ന് സന്തോഷിപ്പിക്കാന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ എനിക്കുള്ള കുഴി തന്നെ തോണ്ടിയല്ലോ, ഇനി അമ്മയോട് ഞാൻ എന്ത് സമാധാനം പറയും എന്ന് ആദർശ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നോടത്ത് വെച്ചിട്ട് പത്തരമാറ്റിലെ മറ്റൊരു എപ്പിസോഡ് തിരികെയാണ്. വീഡിയോ കാണുന്നത് നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.